പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഞാനൊന്നും പ്രൊമോഷനൊക്കെ യാത്ര ചെയ്തതാണ്. അവിടെയൊക്കെ ആളുകൾക്ക് ഭയങ്കര ഈ ടൈറ്റിൽ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയി നമുക്ക് കൂടൽ എന്ന് പറയാൻ രസമുള്ള ഒരു പേരാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ഫസ്റ്റ് ഷാഫിക്കാണ് എന്നോട് വന്ന് കഥ പറയുന്നത്. അതിൽ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ 2 ഡയറക്ടേഴ്സ് വന്ന് 2 കഥ പറയുന്നു. അതായത് ഷാനുഖ അതേ സെയിം ഡേ വന്നൊരു കഥ പറയുന്നു, ഇക്കയും വന്നൊരു കഥ പറയുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഞാൻ അറിയുന്നു ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ട് ഒരു കഥയാക്കിയിട്ട്, അതായത് കഥയുടെ കൂടുതൽ. അതെ അതെ, അതിന്റെ ഇടയ്ക്ക് വേറൊരു കൂടുതൽ സംഭവിച്ചു. കാരണം 2 പ്രൊഡ്യൂസേഴ്സും മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരമായിട്ട് ഇങ്ങനെ ഇരിക്കും ടേബിൾ ചുറ്റും. ഇനി എന്താ ചെയ്യാം? അപ്പൊ അതിന്റെ ഇടയ്ക്ക് ക്യാമറമാൻ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കോമൺ ഫ്രണ്ടാണ്. ഇതാണ് അയാൾ സെന്ററിൽ ഇരുന്നിട്ട് പറഞ്ഞു പ്രൊജക്ട് നടക്കില്ല. അല്ല, ഇത് എന്താ വെച്ചാല് ഞാൻ അതിന്റെ പിന്നിലും ഇവന് ഇതിന്റെ പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേരെയും വിളിച്ച് എന്തായെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ടെൻഷൻ, അത് അയാള് കറക്റ്റ് ആവാത്തതും ആ പ്രൊഡ്യൂസർ ആവാത്തതിന്റെയും പ്രശ്നത്തിലാവില്ല. ഞങ്ങൾ അങ്ങനെ ഒരു 1-2 ആഴ്ച ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് പോയി. അവസാനമാണ് എന്തിനാണ് ഇപ്പൊ ഇത്ര, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി ഒരുമിച്ച് ഈ 2 പ്രൊഡ്യൂസേഴ്സും ചേർന്നാൽ നമുക്ക് ഒരു സിനിമ ചെയ്യാം. അങ്ങനെ ഒരു കഥ കൂടുന്നു, ഡയറക്ടേഴ്സ് ഒത്തുകൂടുന്നു, അങ്ങനെ ഭാഗമായിട്ട് സിനിമ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ഒത്തുകൂടൽ. അല്ല, ഇവർ പറഞ്ഞ 2 കഥകളല്ലായിരുന്നു, 2 കഥകൾ. അടുത്ത് ഈ 2 കഥകളും ഒന്നിച്ചോ? ഇല്ല, അങ്ങനെയല്ല. ഷാഫിക എഴുതിയ കഥ തന്നെയാണ്. കാരണം ആ കഥ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ കഥ ഇത്തിരി കൂടി ബഡ്ജറ്റ് വൈസ് കൂടുതലായിരുന്നു. ഈ കഥ കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, വലിയ പടമായി. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പൊ കൂടിയല്ലോ, ഞാൻ ഈ പടം കഴിയുമ്പോഴേക്ക് ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ആക്കും. എന്താ കാര്യം അറിയാമോ? എനിക്ക് 2 പടം ഇനിയും കിട്ടുന്നതാണ്. ഇതിങ്ങനെ ഒന്നിച്ചു ഒരു പടമല്ല എനിക്ക് നടക്കും. അത് വിപിൻ, അത് ബുദ്ധിപരമായ കാര്യമാണോ? ബുദ്ധിപരമായ കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ഒന്നിച്ചിന് അടുത്ത പടം ചെയ്യണ്ട, ഇതങ്ങ് ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ആ ക്യാമറമാൻ എന്ത് ചെയ്യും? എന്റെ ഇടയ്ക്ക് അപ്പൊ നിങ്ങൾക്ക് 2 പടം. ബുദ്ധിപരമായ കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും അങ്ങനെ ഒരുമിച്ച് കൂടിയ ഒരു സിനിമ അല്ലേ, അതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇതിലെ കഥാപാത്രം എന്തായിരുന്നു? ഇതൊരു ക്യാമ്പിംഗ് പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. അതായത് ഇപ്പോൾ ഈ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലൊരു ട്രെൻഡാണ്. യൂത്തുകൾക്കിടയിൽ അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ക്യാമ്പിൽ, ആ ക്യാമ്പ് നടത്തുന്ന ആളാണ്, എൻ്റെ പേര് ബോബി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ആ ക്യാമ്പ് നടത്തുന്ന പാട്ട് കണ്ടില്ലേ, പാട്ടിലെ കോസ്റ്റ്യൂമും കാര്യങ്ങളും, അത് തന്നെ അതിന്റെ പരിപാടി, ആ വൈബാണ് മൊത്തം. അപ്പൊ ആ ഒരു ക്യാമ്പ് നടത്തുന്നതും ഒരു എന്താ പറയുന്നത്, ഒരു മെഡിറ്റേഷനും പിന്നെ കുറച്ച് സാഹിത്യവും കുറച്ച് പാട്ടും അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു, ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഇതുവരെ ഒരുപാട് ചെയ്തിട്ടില്ല, ഉള്ള നല്ല ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഇതില് ബിബിന്റെ കഥാപാത്രം എന്ന് വെച്ചാൽ എല്ലാം ഒത്തുചേർന്ന കഥാപാത്രം. ഇതിനകത്ത് ഡാൻസ് ഉണ്ട്, പാട്ടുകളുണ്ട്, ഫൈറ്റ്, അതാ പറഞ്ഞ ഫൈറ്റ് ഉണ്ട്, രസകരമായ മുഹൂർത്തമുണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം ചേർന്ന ഒരു കഥാപാത്രമായിട്ടായിരിക്കും. അതാണ് ഇപ്പം പറഞ്ഞപ്പോൾ ഇതുവരെ ചെയ്തതിൽ ഒരു വേറിട്ട കഥാപാത്രം എന്ന് എനിക്കും തോന്നുന്നു. എല്ലാം ഈ സിനിമയിലുണ്ട്. വ്യത്യാസമുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.